ഇനി അടുത്തതായിട്ട് നാലമ്പലത്തിലെ തൂണുകളിൽ രാധാകൃഷ്ണന്മാരുടെ സാന്നിധ്യം കാണാം. അവിടെ നമുക്ക് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലേശ മനുഷ്യം ഹൃദി ഭാവയാമി എന്ന് ചൊല്ലാം. രാധാകൃഷ്ണന്മാരെ നമസ്കരിക്കാം. ഒപ്പം നമുക്ക് രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം എന്ന് പറയാട്ടോ. പവനപുരേശ നമ്മുടെ ഗുരുവായൂരപ്പ രാധാസമേതനാണ്, രാധാകൃഷ്ണ എന്നാ പറയണേ. ഇവിടെ ഗുരുവായൂരപ്പന്റെ കൂടെ രാധാദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അനേകം ഭക്തർ പറഞ്ഞിട്ടുണ്ട്. മേൽപ്പത്തൂര് നാരായണീയത്തില് എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആ ഉപനിഷത്ത് സുന്ദരിമാരോട് കൂടിയിട്ടാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയണത്. ഉപനിഷത്ത് സുന്ദരിമാര് എന്ന ഗോപികമാരെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീ രാധികാ സമേതനായിട്ടുള്ള ഭഗവാനാണ് ശ്രീലകത്തുള്ളത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാധാദേവിക്ക് പ്രത്യേകം നമസ്കരിക്കാം കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും